നമുക്കൊരു സിമ്പിൾ ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട ഉണ്ടാക്കിയല്ലോ. അതിനാദ്യം 1.5 മണിക്കൂർ കുതിർത്തിട്ട വടപ്പരിപ്പാണ് കേട്ടോ നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഒരു ബൗൾ വടപ്പരിപ്പ് എടുത്തു. പിന്നെ ചെറുതായിട്ടരിഞ്ഞ കറിവേപ്പില, ഇഞ്ചി, പിന്നെ മല്ലിയില, ഈ 3 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളകാണ് വേണ്ടത്. ഞാനിവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ മുളക് പൊടി, ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനാദ്യം നമ്മൾ ജാറിലേക്ക് വടപ്പരിപ്പും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വറ്റൽമുളക് 2-3 പീസസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് മുളക് പൊടിയും ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിന്, എരിക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി എടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ശേഷം നമുക്കിത് ഒരു നല്ല പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും ചേർക്കുക. ശേഷം നമുക്ക് കുറച്ച് അധികം തന്നെ കായപ്പൊടി ഇതിലേക്ക് ചേർക്കണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന കായപ്പൊടി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊരു സ്പൂണോ കയ്യോ വെച്ച് നന്നായിട്ട് മിക്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പാണ്. നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ഒരു ബോളാക്കിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പം നമുക്കിതിലെടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു റേഞ്ചിൽ, ഒരു മീഡിയം റേഞ്ചിലാണ് എടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാം ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ശേഷം നല്ല കണക്ക് എണ്ണ തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്ത് അപ്പുറവും ഇപ്പുറവും തിരിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.